സർവചരാചരങ്ങളിലും അന്തര്യാമിയായി വർത്തിക്കുന്ന പരമാത്മ ചൈതന്യത്തെ ദേവതാരൂപത്തിൽ സങ്കല്പിച്ച് ആരാധിക്കുകയും പിന്നീട് ദേവീകോപം, ദേവീശാപം, ദേവീ ദോഷം പരിഹാരം എന്നൊക്കെയുള്ള സാധാരണ മാനുഷിക വിചാര വികാരഭാവത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്നത് നിർഗുണ പരബ്രഹ്മത്തെ വികലമായി കാണലല്ലേ? ഇവിടെ പലപ്പോഴും ദേവീകോപം, ദേവീശാപം എന്നൊക്കെ പറയണത് നമ്മുടെ കൽപ്പനയായിരിക്കും പലപ്പോഴും. എന്നാൽ അതേ സമയത്ത് അങ്ങനെയുള്ളതൊന്നും ഇല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം നമ്മുടെ അമ്മ, നമ്മുടെ അച്ഛൻ അമ്മ ഒരിക്കലും നമ്മളെ ശപിക്കില്ല. പക്ഷേ അവരുടെ വ്യക്തിത്വത്തെ നിരാകരിക്കും പ്രകാരം ഒരു പെരുമാറ്റം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ദുഃഖം തോന്നിയാൽ അത് നമ്മളെ ബാധിക്കാതിരിക്കില്ല. അതിനിപ്പോൾ ജ്യോത്സ്യം പറയും അമ്മയുടെ ശാപമുണ്ട് പറയും. അമ്മ ശപിക്കുകയൊന്നുമില്ല, അച്ഛൻ ശപിക്കുകയൊന്നുമില്ല. പക്ഷേ അവരുടെ മനസ്സിലൊരു നൊമ്പരം വന്നാൽ, ഓ മോൻ അങ്ങനെ ചെയ്തുവല്ലോ, മോൾ അങ്ങനെ ചെയ്തുവല്ലോ എന്നൊരു തോന്നലുണ്ടായാൽ തന്നെ അത് ക്ലേശ. ഇതുപോലെ നിർഗുണമായ ബ്രഹ്മത്തെ സംബന്ധിച്ചല്ല, സർവേശ്വരനെ സംബന്ധിച്ചുമല്ല, മറിച്ച് വ്യത്യസ്ത ദേവതാഭാവങ്ങൾ. ഇപ്പൊ അഗ്നി ജ്വലിക്കുന്നുണ്ടെങ്കിൽ അതിന് പിള്ളൊരു ദേവതാഭാവമുണ്ട്. വായു പ്രവഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നൊരു ദേവതാഭാവമുണ്ട്. ജലമൊഴുകുന്നുണ്ടെങ്കിൽ അതിന് പിന്നൊരു ദേവതാഭാവമുണ്ട്. ആ ദേവതാഭാവത്തെ കണ്ടിട്ടാണ് ആപോ വൈ ദേവതാഹ അഗ്നിർവൈ ദേവതാഹ എന്നൊക്കെ പൂർവാചാര്യന്മാർ പറഞ്ഞത്. അപ്പൊ ആ തലങ്ങളിൽ ദേവതകൾക്ക് വിരുദ്ധമാകുന്നത് ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെതായ വിപരീത ഭാവങ്ങളും ആ ചെയ്ത വ്യക്തികളിലുണ്ടാവും. അതിനെ ചിലർ ശാപം എന്നൊക്കെ പറയും, അത്രയേ ഉള്ളൂ. വിപരീത ഭാവം ഉണ്ടാവില്ല എന്ന് പറയരുത്. കാരണം ഈ പ്രകൃതിയിലെ അനേക ശക്തികളെ നമ്മൾ പരിഗണിക്കേണ്ടത് നിർഗുണ ബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. അനേക ശക്തികളെ അതത് ശക്തികളായിട്ട് വ്യത്യസ്ത തരംഗ ദൈർഘ്യങ്ങളോടുകൂടിയ ശക്തിവിശേഷങ്ങളായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. എല്ലായിടത്തും അദ്വൈത ദൃഷ്ടി യോജിക്കില്ല. ലോകത്തിൽ ദ്വൈത വ്യവഹാരം തന്നെയാണുള്ളത്. അതിൻ്റെ ആത്യന്തിക സത്യമാണ് അദ്വൈത സത്യം.